നമുക്ക് ഇതുപോലെ അടിപൊളി ഒരു നെക്ക് ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു കോട്ടൺ നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുത്താലോ ഇന്ന്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള നൈറ്റിയുടെ മെറ്റീരിയൽ. പിന്നെ അതിൻ്റെ കഴുത്ത് ഭാഗത്ത് ചെറിയൊരു എംബ്രോയ്ഡറി കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനൊരു വെള്ള കളറുള്ള ഒരു മെറ്റീരിയലും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഒരു മെറ്റീരിയൽസിന് വന്നിട്ടുള്ളത് ഒരു 240 രൂപയൊക്കെയാണ് മാക്സിയുടെ മെറ്റീരിയൽസിന് വന്നിട്ടുള്ളത്. പിന്നെ ആ ഒരു വൈറ്റ് കളറിലുള്ള ഒരു മെറ്റീരിയൽ കണ്ടല്ലോ, അത് ഞാനൊരു 1/2 മീറ്ററൊക്കെ മേടിച്ചിട്ടുള്ളൂ. 40 രൂപ 50 രൂപ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, അത്രയൊക്കെ അതിന് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മാക്സി കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ചുരിദാറിനൊക്കെ കട്ട് ചെയ്യുമ്പോൾ തുണി നിവർത്തിയിട്ടിട്ട് കട്ട് ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് മാക്സിക്കും നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നാലാണ് നമുക്ക് ബാക്കിലത്തെ കഴുത്തിൻ്റെ ഇറക്കും ഫ്രണ്ടിലെ കഴുത്തിൻ്റെ ഇറക്കമൊക്കെ കിട്ടുള്ളൂ. പക്ഷേ ഞാനിതിവിടെ എനിക്ക് ബാക്കിലെയും ഫ്രണ്ടിലെയും കഴുത്തിൻ്റെ ഇറക്കം ഒരുപോലെ വേണ്ടതുകൊണ്ട് തന്നെ ഞാൻ മൊത്തം നടുമടക്കിയിട്ട് 2 ഭാഗങ്ങളാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാക്സി തുണി നമ്മൾ കറക്റ്റായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ചുളിവൊക്കെ ഉണ്ടെച്ചെങ്കിൽ കറക്റ്റായിട്ട് നിവർത്തിയിട്ട് നല്ല വൃത്തിയിൽ മടക്കിയിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്കത് അളവിന് ബുദ്ധിമുട്ടായിട്ട് വരും. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു പഴയൊരു നൈറ്റി തന്നെയാണ് ഇത് എടുക്കുന്നത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചുരിദാറൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെങ്ങനെയാണ് നമ്മൾ അളവ് വയ്ക്കുന്നതെന്നൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് മാക്സി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അളവ് വെക്കേണ്ടത് കേട്ടോ. ഇതുപോലെ തന്നെ അങ്ങ് അളവ് നമ്മൾ എങ്ങനെയാണ് തുണി മടക്കിയിട്ടുള്ളത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അളവ് അതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് അതിൻ്റെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കഴുത്തിന് ഞാൻ പറഞ്ഞല്ലോ ബാക്കിലും ഫ്രണ്ടിലും ഒരേ അളവ് തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുണി ഇങ്ങനെ മടക്കിയിട്ടത്. ബാക്കിലും ഫ്രണ്ടിലും വേറെ വേറെ അളവാണ് എടുക്കുന്നത് വെച്ചെങ്കിൽ നമ്മൾ ചുരിദാറിനൊക്കെ തുണി മടക്കില്ലേ, അതുപോലെ മടക്കിയിടണം. ഇനി നമുക്ക് ഇതിൻ്റെ കൈക്കുഴിയും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ ചുരിദാറിന് കട്ട് ചെയ്യുന്ന അതുപോലെയാണ്. പക്ഷേ ഇത് ചുരിദാറിനേക്കാളും വളരെ എളുപ്പമാണ് കേട്ടോ മാക്സി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ചുരിദാറിനാകുമ്പോൾ ഓപ്പണൊക്കെ കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ മാക്സിക്കാവുമ്പോൾ അങ്ങനത്തെ ഒന്നും ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ എനിക്ക് മാക്സിയൊക്കെ കുറച്ച് ലൂസിൽ കിടക്കുന്നതാണ് ഇഷ്ടം. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ വേനൽക്കാലം ഭയങ്കര ചൂട് സമയമാണല്ലോ. ചൂട് സമയത്ത് നമുക്ക് എപ്പോഴും ഈ കോട്ടൺ മെറ്റീരിയൽസ് ആണല്ലേ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുക. അതുപോലെ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് ലൂസുള്ള ഡ്രസ്സൊക്കെ ഇടാനല്ലേ ഒന്നുകൂടെ ഇഷ്ടം തോന്നുക. പ്രത്യേകിച്ച് മാക്സി പോലത്തെ ഡ്രസ്സുകളാണ് എനിക്ക് ഈ ഒരു ചൂട് സമയത്ത് കൂടുതലായിട്ട് ഇടാൻ ഇഷ്ടം. ഞാനിതിൻ്റെ അളവുകളൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഏത് ഡ്രസ്സാണോ അളവിനായിട്ട് ഉപയോഗിക്കുന്നത് അത് ഇതുപോലെ തുണി മടക്കിയിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നിങ്ങളുടെ അളവ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഓരോരോ ഭാഗങ്ങൾ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങളുടെ ഷേപ്പും അതിൻ്റെ ഇറക്കും കൈക്കുഴിയും കഴുത്തും എല്ലാം മാർക്ക് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് മാക്സി തയ്ക്കാനുള്ള മെറ്റീരിയൽസിൽ നമ്മുടെ അളവുകളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ അളവിൽ നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ പണിയുള്ളത്. നമുക്കിനി ഈ അളവൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ മാക്സി തുണി മാർക്ക് ചെയ്ത ഭാഗത്തിലൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാക്സിയുടെ കഴുത്തിൻ്റെ അവിടെ ഞാനൊരു ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ള മെറ്റീരിയൽ ഞാനത് കട്ട് ചെയ്തെടുക്കണം. അതിന് ആദ്യം ഞാൻ അതിനുള്ള ലൈനിങ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ മേടിച്ച മെറ്റീരിയലിന് ചെറിയ ഹോൾസ് ഉള്ളൊരു മെറ്റീരിയലാണ് എടുത്തത്. അപ്പോൾ അതിന് ലൈനിങ് കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ വൃത്തി ഉണ്ടാവുക. അപ്പോൾ ഞാൻ അതിന് ലൈനിങ് ആദ്യം കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിൽ ഞാനൊരു ചെറിയൊരു ത്രെഡിൻ്റെ ഒരു വർക്ക് കൊടുക്കുന്നു. ത്രെഡ് വർക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കഴുത്ത് കട്ട് ചെയ്തെടുക്കുന്നില്ല. ഇപ്പം നമ്മുടെ കഴുത്തുണ്ടല്ലോ, ആ കഴുത്തിന് കട്ട്
കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് നമ്മുടെ മെറ്റീരിയൽസിൽ ഇതുപോലെ വെച്ചിട്ട് ഞാൻ കഴുത്തൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തെടുക്കുന്നേ ഉള്ളൂ, കട്ട് ചെയ്തെടുക്കുന്നില്ല. കാരണം നമുക്ക് വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു റിങ്ങിൽ വെച്ചിട്ടില്ലേ നമ്മൾ വർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് അതുപോലെ എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ പിന്നുണ്ടെച്ചെങ്കിൽ നമുക്ക് സുഖമാണ്. ഇതുപോലത്തെ ഒരു പിന്ന് മേടിച്ച് വെക്കാൻ വേണ്ടി നോക്കുക. ബട്ടൺ ഹൗസിൽ നിന്നൊക്കെ കിട്ടും, ബട്ടൺ ഹൗസിൽ നിന്നും ഫാൻസി ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും. കാരണം ഇതുപോലത്തെ സൂചി ഉണ്ടെന്നുണ്ടെച്ചെങ്കിൽ നമുക്ക് ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് എടുക്കാനും മാർക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഈ തുണി ഇങ്ങനെ തെന്നി പോവില്ല. പ്രത്യേകിച്ച് കോട്ടൺ മെറ്റീരിയലൊക്കെ ആകുമ്പോൾ അധികം കുഴപ്പമുണ്ടാവില്ല. മറ്റ് തുണികളൊക്കെ ഉണ്ടല്ലോ, ഷിഫോൺ, ജോർജറ്റ് മെറ്റീരിയൽസൊക്കെ ആണെന്നുണ്ടെച്ചെങ്കിൽ തെന്നി പോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലത്തെ സൂചി ഉള്ളത് നല്ലതാണ് കേട്ടോ. അപ്പോൾ സൂചി മേടിക്കുന്നത് ഒരുപാട് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ കഴുത്തിൻ്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കട്ടെ. കട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് മാർക്ക് ചെയ്തെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ആ വൈറ്റ് മെറ്റീരിയലിൽ നമ്മുടെ ലൈനിങ്ങിൻ്റെ അളവ് വെച്ചിട്ട് നമ്മൾ കഴുത്തിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ലൈനിങ്ങിന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, അതും നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള മെറ്റീരിയലും രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് തെന്നി പോവാതെ ഇതിൽ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരുമിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഇനി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. കറക്റ്റായിട്ട് വെക്കണം, തെന്നി പോകുകയൊന്നും ചെയ്യാതെ കറക്റ്റായിട്ട് വെക്കാമെന്ന് വേണ്ടി നോക്കുക. പതുക്കെ ചെയ്താൽ മതി. ഇപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സൂചി കൊണ്ടുള്ള ഉപയോഗം ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ ലൈനിങ് തുണി ഇപ്പോൾ അതിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടില്ല, സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കതിൽ എംബ്രോയ്ഡറി വർക്ക് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ നല്ല ഭാഗത്ത് ഞാൻ ചെയ്യുന്ന എംബ്രോയ്ഡറി വർക്കിൻ്റെ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഡിസൈൻ ഉണ്ടല്ലോ, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഒരു വർക്കാണ് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കര ഹെവി വർക്ക്സ് ഒന്നും കൊടുക്കുന്നില്ല, ചെറുതായിട്ട് അങ്ങനെ ഒരു വർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലായിടത്തും മാർക്ക് ചെയ്തിട്ട് നമുക്ക് എംബ്രോയ്ഡറി ഞാൻ അതിൽ തുന്നിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്ത് ഇതുപോലെ സിമ്പിളായിട്ട് ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ത്രെഡ്സൊക്കെ വെച്ചിട്ട് ചെറിയൊരു നോർമലി ഒരു ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ മാക്സിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് മുന്നേ നമുക്ക് നമ്മുടെ കഴുത്തിൻ്റെ അതേ അളവിൽ, അതായത് ഇപ്പം നമുക്ക് കാണാൻ പറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തിലൂടെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഞാനിതുപോലെ ഒരു ലൈസ് മേടിച്ചിട്ടുണ്ട്, ആ ലൈസും കൂടെ അതിൻ്റെ മേലെ സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പം ഞാനിതാ നമ്മുടെ മാക്സിയിൽ ഇതുപോലെ ലൈസും അതുപോലെ വർക്കൊക്കെ വെച്ചിട്ട് അതിൻ്റെ കഴുത്ത് ഭാഗം വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം നമ്മുടെ കഴുത്തും എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാക്സിയുടെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും കൂടിയിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് തയ്ച്ചു കൊടുക്കാം. അതിന് മുന്നേ ഞാൻ ഈ മാക്സിക്ക് ചെറിയൊരു പോക്കറ്റ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് പോക്കറ്റുള്ള നൈറ്റി ഇടുമ്പോൾ ഒന്നുകൂടെ എളുപ്പമാണല്ലേ, കാരണം നമ്മുടെ ഫോണൊക്കെ വെക്കാൻ എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഫോൺ വെക്കാൻ എളുപ്പമാണല്ലോ. അപ്പം ഞാൻ ഒരു പോക്കറ്റ് കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ പോക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തു. ഫൈനലി നമ്മുടെ മാക്സിയുടെ വർക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാന്ന് വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.